ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും മുട്ടക്കറിയായിട്ട് ഉണ്ടാക്കുന്നത്. മുട്ട കുത്തി ഒഴിച്ചിട്ടുള്ള കറി ഉണ്ടല്ലോ, ഞാൻ ഇതിന് മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം ഇട്ട് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് വഴറ്റി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മുളക്, ഇതിനകത്ത് എല്ലാ പൊടികളും വളരെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അങ്ങനെ കുഞ്ഞു കുഞ്ഞു അളവിൽ പൊടികൾ ഇട്ട് കൊടുത്തിട്ട് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് തിളയ്ക്കുമ്പോൾ മുട്ട ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇന്ന് 2 മുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ രാവിലത്തേക്ക് മാത്രം ഒരു ചാറ് മതിയല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മുട്ട കുത്തി ഒഴിച്ചിട്ടുള്ള കറിയാണ്. പിന്നെ ഇടിയപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇടിയപ്പം വേവാനായിട്ട് വെച്ചേക്കാണ്. അപ്പോൾ രാവിലെ ഇന്ന് ക്ലാസ്സുള്ള ദിവസമായതുകൊണ്ട് തന്നെ അതൊന്നും എടുത്തിട്ടില്ല. ഞാനത് വെന്ത് റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ ആയിരുന്നു രാവിലെ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് കിട്ടിയേക്കണത് കക്കയാട്ടോ, കക്ക. അപ്പോൾ അത് നന്നായിട്ട് കുറേ ടൈം എടുക്കും അത് ക്ലീനാക്കാൻ. 2-3 പേര് കൂടിയിരുന്ന് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് ക്ലീനായി കിട്ടും. ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കുറേ സമയം പോകും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അത് ക്ലീനാക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സാധാരണ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പാത്രം കഴുകൽ, അത് ഇതൊക്കെ, അങ്ങനത്തെ ജോലികളും അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കക്കയൊക്കെ ക്ലീനാക്കി കൊണ്ടുവന്നിട്ട് കറി വയ്ക്കാനാണ്. അപ്പോൾ ഇന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം ഞാനിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പുറത്ത് പോയിട്ട് അപ്പോൾ എനിക്കൊരു നല്ല കൗതുകമായിട്ടൊരു സംഭവം ഉണ്ടായി. അപ്പോൾ ഞാനതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനത് നിങ്ങളായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നല്ല, ഞാനിപ്പോൾ ഇങ്ങനെ എനിക്ക് ബാങ്കിലൊക്കെ പോകണമായിരുന്നു. പിന്നെ ചെറിയതായിട്ട് സാധനങ്ങളൊക്കെ തീർന്നു, അത് ചെറിയൊരു ഷോപ്പിംഗ് അതിനൊക്കെ ആയിട്ട് പോകണമായിരുന്നു. അപ്പോൾ അങ്ങനെ പോയതാണ്. അപ്പോൾ ഞാൻ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ട് ഇറങ്ങാനായിട്ട് പോകുമ്പോൾ ഒരു ചേച്ചി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോൾ ഇട്ടേക്കണ അതേപോലെ തന്നെ ചുരിദാർ എനിക്കും ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ചേച്ചീനോട് ആണോ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി എവിടെ നിന്നാണ് വാങ്ങിയത്, ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് വാങ്ങിയത്, ചേച്ചി വാങ്ങിയ സ്ഥലം എറണാകുളത്തു നിന്നാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പാൻറ്റ്, അപ്പോൾ ഞാൻ ഇട്ടേർന്നത് ഒരു പ്ലെയിൻ കളറ് പാൻറ്റായിരുന്നു, ബോട്ടം. അപ്പോൾ ചേച്ചി പറഞ്ഞു ചേച്ചിയുടെ പാൻറ്റിൻ്റെ കളർ ഇതല്ല, ആഷ് കളറായിരുന്നു, ടോപ്പ് മെറൂൺ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരിയാട്ടോ, എൻ്റെയും ബോട്ടം മെറൂൺ അല്ല, പ്ലെയിൻ അല്ലായിരുന്നു, ആഷ് കളറിൻ്റെ ഡിസൈനുള്ള ഒരു ബോട്ടം തന്നെയായിരുന്നു. അപ്പോൾ അത് ഒരുപാട് അളവ് കൂടുതൽ കണ്ടായിരുന്നുകൊണ്ട് ഞാൻ അതുകൊണ്ടും ഒരു ടോപ്പ് തന്നെ തയ്ക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ഒരു പാൻറ്റ് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് 2 ടോപ്പ് അടിച്ചു. അപ്പോൾ ഞാൻ ആ ചേച്ചിനോട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ചേച്ചിക്കും ആണോ എനിക്കും അങ്ങനെ ചെയ്യായിരുന്നു, ശരിയാണ്, അത് ഒരുപാട് തുണി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങളങ്ങോട്ട് സെറ്റായി. ഞങ്ങൾ പിന്നെ ഇങ്ങനെ വിശേഷങ്ങൾ പറയാൻ തുടങ്ങി കേട്ടോ, കുറേ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ നിന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ശരി എന്നാൽ പോവാമെന്ന് പറഞ്ഞിട്ട് ചേച്ചിയുടെ വഴിക്കും പോയി, ഞാൻ എൻ്റെ വഴിക്കും പോയി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ബാങ്കിലൊക്കെ പോയി, വേറെയും 2 സ്ഥലങ്ങളിലൊക്കെ പോയത്. അവിടെയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടോ. അപ്പോൾ ഇത് പറഞ്ഞു വന്നതിനിടയ്ക്ക് നമ്മുടെ കക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കക്ക റെഡിയാക്കിയിട്ട് എങ്ങനെയാണെന്ന്, സവാള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതൊക്കെ ഇട്ട് വഴറ്റിയിട്ട് വെളുത്തുള്ളി ഇട്ടു. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച കക്കയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ സാധാരണ പോലെ ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ വേവിച്ച കക്കയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ അത് ആവശ്യം പോലെ ഇങ്ങനെ വരട്ടി എന്തോരം നമുക്ക് പാകമാണോ വെള്ളം വേണ്ടത് ആ രൂപത്തിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ ചൂടാക്കി വരുംതോറും ഇതിങ്ങനെ കറുത്ത് വരും കേട്ടോ. അപ്പോൾ ഇരിക്കും തോറും ഇത് നല്ല ഡ്രൈ ആയി വരും. തേങ്ങ വേണമെങ്കിൽ ചിരകി തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ തേങ്ങ ഇട്ടിട്ടില്ല. അങ്ങനെ ഉച്ചയ്ക്ക് പിന്നെ സാമ്പാർ ഉണ്ടായി ഇന്നലത്തെ, അതൊക്കെ കൂട്ടി ലഞ്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ വൈകുന്നേരം ഞാൻ മസാല കപ്പലണ്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ കപ്പലണ്ടി വറുത്തിട്ട് വെറുതെ പ്ലെയിനായിട്ട് വറുക്കുക. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ, 1 സ്പൂണൊന്നും വേണ്ട, കുറച്ച് മതി. കാരണം ഈ കപ്പലണ്ടിക്ക് നല്ല എണ്ണമയം ഉണ്ട്, അതിൽ നിന്ന് തന്നെ എണ്ണ ഇറങ്ങും. എന്നിട്ട് അതിലേക്ക് ഒരു 3 ചതച്ച വെളുത്തുള്ളി ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ വറുത്ത് വെച്ച കപ്പലണ്ടി ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അതങ്ങോട്ട് നല്ലൊരു പാകമായി, നമുക്കത് കാണുമ്പോൾ അറിയാൻ പറ്റും. ആ പാകമായി കഴിയുമ്പോൾ അതിലേക്ക് മുളക് പൊടി, ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഇളക്കിയാൽ മതി. അപ്പോൾ ഉപ്പ് ആദ്യം വറുക്കുമ്പോൾ ഇടണമെന്നില്ല, കാരണം ഈ എണ്ണമയം ഉള്ളതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഉപ്പ് പിടിച്ചോളും. അങ്ങനെ അത് നമുക്ക് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കളർ കിട്ടും കേട്ടോ. ഇത് ഞാൻ സാധാ മുളക് തന്നെയാണ് ഇട്ടത്, എരിവുള്ളത്.
എങ്ങനെയാണെന്ന് വെച്ചാൽ അവനവൻ്റെ പാകത്തിന് എടുക്കുക. അപ്പോൾ വൈകുന്നേരം ഞാൻ മസാല കപ്പലണ്ടിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അത് കഴിഞ്ഞ് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ ആ ചേച്ചി ദേ വീണ്ടും എൻ്റെ മുമ്പിലിട്ടു. അപ്പോൾ ചേച്ചി അപ്പോഴും പറഞ്ഞു, ഞാനിപ്പോഴും ഈ ഡ്രസ്സ് തന്നെയാണ് മോളെ ശ്രദ്ധിച്ചത്, മോൾ തന്നെയാണോ ഇത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും. അപ്പോൾ ചേച്ചിക്കും വേറെ കണ്ടൊക്കെയോ പാൻറ്റായി. അത് കഴിഞ്ഞ് ചേച്ചി ആ സൂപ്പർ മാർക്കറ്റിൽ തന്നെ വന്നതാണ്. ഞാനപ്പോൾ സാധനങ്ങൾ വാങ്ങിയിട്ട് തിരിച്ചിറങ്ങുകയാണ്. വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് പരിചയമൊക്കെ പുതുക്കി തിരിച്ചു വന്നിട്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു ഡ്രസ്സിൻ്റെ പേരിൽ നമ്മൾ ഒരാളെ പരിചയപ്പെടുക, അയാളോട് കുറേ സമയം സംസാരിക്കുക. ചേച്ചി വേറെ എവിടെയോ ഉള്ളതാണ്, ഞാനും വേറെ എവിടെയോ ഉള്ളതാണ്. പക്ഷേ നല്ലൊരു ഒരു സൗഹൃദം ഉണ്ടായല്ലോ ഒരു ഡ്രസ്സിൻ്റെ പേരിൽ. അപ്പോൾ അതൊക്കെ ഞാൻ ഇപ്പം ഇങ്ങനെ ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാനതിങ്ങനെ ഓർത്തതാട്ടോ. അപ്പോൾ ഞാനതൊന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ചിലർ നമ്മൾ അറിയാവുന്നവരാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യാതെ പോണവരുണ്ട്. ഇത് നമുക്ക് ഒരു പരിചയമില്ല, ഒരു ഡ്രസ്സിൻ്റെ പേരിൽ നമ്മൾ ഫ്രണ്ട് ആവുകയും ചെയ്തു. അപ്പോൾ അറിഞ്ഞിട്ടും അറിയാതെ പോണവരും അറിയാതെ നമ്മുടെ ഫ്രണ്ട് ആവണവരും ഒക്കെ ഇല്ലേ നമ്മുടെ ലൈഫിൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും വീഡിയോയും ഒക്കെ ഇതാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം.